ഞാനിപ്പോൾ നിൽക്കുന്നത് ഒമാനിലാണ്. അപ്പോൾ ഒമാനിലെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒമാനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളിയാഴ്ചയൊക്കെ ഒരു ചന്ത നടക്കാറുണ്ട്. കാരണം വെള്ളിയാഴ്ച ചന്തയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒട്ടകം, അതേപോലെ തന്നെ ആട്, അതേപോലെ തന്നെ മാട്, പിന്നെ പശു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഈ ഒട്ടകത്തിൻ്റെ മുന്നിൽ കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒട്ടകത്തിൻ്റെ അടുത്തിങ്ങനെ നിൽക്കുന്നത്. എനിക്ക് ഈ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്കല്ലെങ്കിൽ ഒട്ടകത്തിനെ കാണുമ്പോൾ ഒരു പേടിയാകുന്നു. കാരണം ഈ ഒട്ടകം വായ തുറക്കുമ്പോൾ നമ്മളെ കടിച്ചു വിടുമോ എന്നുള്ളൊരു പേടി. അപ്പോൾ ഈ രാവിലെ ഞാൻ ഈ 6 മണിക്ക് പോയ ഒരു യാത്രയാണ്. കാരണം ഈ 6 മണി മുതലാണ് ഈ ഒരു ചന്ത തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ അറബികളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൊയോട്ടയിലും ഫോർച്യൂണറൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് നോക്കി നോക്കിയാൽ എൻജാതി മോഡലുള്ള ആടുകളാണ്. കുട്ടനാട്, കൊമ്പനാട്, പിന്നെ ചെമ്മരിയാട്, ഇതൊക്കെ പറയേണ്ട പല രൂപത്തിലുള്ള ആടുകളൊക്കെ ഇവിടെ ചന്തയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചന്ത നടക്കുമ്പോൾ ഏടുന്നൊക്കെയോ പിന്നെ ആടുകളും മുയലുകളും ഒക്കെ ഇങ്ങനെ വരുമല്ലോ, അതേപോലെ തന്നെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗൾഫ് കൺട്രി, GCC കൺട്രി ആണെങ്കിലും ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം ഇതുപോലത്തെ ഉള്ളൊരു ജീവിതമാണ്. ഈ അറബികളൊക്കെ ജീവിതം ഇതുപോലത്തെ ആടുകളെയും മാടുകളൊക്കെ മേച്ചിലുള്ള ജീവിതമാണ്. ആടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ലേലം തുടങ്ങും, ഭയങ്കര ലേലമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ അറബികളൊക്കെ വന്നിട്ട് ഈ ആടിനൊക്കെ കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് കാണാം. അപ്പോൾ ഞാനിങ്ങനെ ഈ ആടിൻ്റെ വിശേഷങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ വൻ ലേലം ഇപ്പം നടക്കാൻ പോകുന്നുണ്ട്. ഇതാ നമ്മുടെ ഈത്തപ്പഴങ്ങളൊക്കെ പറിച്ച് കൊണ്ടുവന്ന് ഇതിപ്പം പിന്നെ ഇതിൻ്റെ ലേലം നടക്കുകയാണ്. അപ്പോൾ ഒട്ടകത്തിൻ്റെ ലേലം ഇങ്ങനെ നടന്നുകൊണ്ട് പുരോഗമിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.